PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ കോഡ് 245/2023 PSC നടത്തിയ പരീക്ഷയിലെ ബയോളജി ചോദ്യങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ചോദ്യപേപ്പറിലെ 50 ചോദ്യങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഡെങ്കിപ്പനി പരത്തുന്ന ഏതുതരം കൊതുകാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകാണ്? ഉത്തരം പെൺ ഈഡിസ് അഥവാ ഈഡിസ് പെൺകൊതുകുകൾ. ഡെങ്കിപ്പനി പരത്തുന്നത് പെൺ ഈഡിസ് കൊതുകുകളാണ്. 68ാമത്തെ ചോദ്യം. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഒറ്റപ്പെട്ടത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി AB രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ്. അപ്പോൾ ബാക്കിയുള്ളത് നോക്കാം. DPT ഒരു വാക്സിനാണ്. ഡോട്ട്സ് ക്ഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഡ്രിനാലിൻ ഒരു ഹോർമോണാണ്. അപ്പോൾ AB രക്തഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് സാർവിക സ്വീകർത്താവാണ്. സാർവത്രിക സ്വീകർത്താവാണ് AB രക്തഗ്രൂപ്പ്. അപ്പോൾ സാർവത്രിക ദാതാവ് ആരാണ്? O നെഗറ്റീവ്. O നെഗറ്റീവാണ് സാർവത്രിക ദാതാവ്. അപ്പോൾ AB രക്തഗ്രൂപ്പ് അറിയപ്പെടുന്നത് സാർവത്രിക സ്വീകർത്താവ് എന്നും O നെഗറ്റീവ് അറിയപ്പെടുന്നത് സാർവത്രിക ദാതാവ് എന്നുമാണ്. 69ാമത്തെ ചോദ്യം. മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാവുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാവുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? ഉത്തരം ഓപ്ഷൻ ബി വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ കുറവ് മൂലമാണ് മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാവുന്നത്. 70ാമത്തെ ചോദ്യം. നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? ഏതു രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് നാക്കോ? എയ്ഡ്സ്. ഉത്തരം ഓപ്ഷൻ ബി എയ്ഡ്സ്. എയ്ഡ്സുമായി ബന്ധപ്പെട്ട സംഘടനയാണ് നാക്കോ. 71ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏതാണ്? ജലജന്യ രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കോളറ. കോളറ ഒരു ജലജന്യ രോഗമാണ്. 72ാമത്തെ ചോദ്യം. കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി കോർണിയ. കോർണിയയാണ് മാറ്റിവെക്കാനാവുന്നത്. 73ാമത്തെ ചോദ്യം. ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണ്? എ മുഖക്കുരു, ബി മാനസിക ചാഞ്ചാട്ടം, സി വർദ്ധിച്ച ആക്രമണാത്മകത. അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തതെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തതെല്ലാം. 74ാമത്തെ ചോദ്യം. അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഉത്തരം ഓപ്ഷൻ ബി അർബുദം. ഓപ്ഷൻ ബി അർബുദം. 75ാമത്തെ ചോദ്യം. വിളർച്ച അഥവാ അനീമിയ ഏതു ധാതുവിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നു? വിളർച്ച അഥവാ അനീമിയ ഏതു ധാതുവിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇരുമ്പ്. ഇരുമ്പിൻ്റെ കുറവ് മൂലമാണ് അനീമിയ ഉണ്ടാകുന്നത്. 76ാമത്തെ ചോദ്യം. കേരളത്തിൽ സാന്ത്വന പരിചരണ നയം അഥവാ പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? കേരളത്തിൽ സാന്ത്വന പരിചരണ നയം അഥവാ പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷമാണ് നിലവിൽ വന്നത്? 2008. ഉത്തരം ഓപ്ഷൻ ഡി 2008. 2008 കേരളത്തിൽ പാലിയേറ്റീവ് കെയർ പോളിസി നിലവിൽ വന്നത്. 77ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായതേത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായതേതാണ്? ഉത്തരം ഓപ്ഷൻ എ വൈറ്റമിൻ എയുടെ കുറവ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് കുട്ടികളിൽ നിശാന്തതയ്ക്ക് കാരണമാകുന്നത്. 78ാമത്തെ ചോദ്യം. കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? മെഡിക്കൽ കോളേജ് ആശുപത്രി. ഉത്തരം ഓപ്ഷൻ ബി മെഡിക്കൽ കോളേജ് ആശുപത്രി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്.